ഹായ്, നമ്മളിന്ന് പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തേക്കാണ്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു കടലോര പ്രദേശമാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഏകദേശം 17 കിലോമീറ്റർ ദൂരമുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്. കോവളം ബീച്ചിനൊക്കെ അടുത്തായിട്ടാണ് വിഴിഞ്ഞം. വർഷങ്ങൾക്ക് മുമ്പ് 1000 രാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. ഒപ്പം അവരുടെ സൈനിക കേന്ദ്രവും ഒക്കെ ആയിരുന്നു. പിന്നീട് അത് രാജരാജ ചോളൻ കൈവശമാക്കി. അക്കാലത്ത് ദക്ഷിണ ഭാരതത്തിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രം തന്നെയായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖം. അക്കാലത്ത് തമിഴ് ഭരണാധികാരികളും അതുപോലെ കേരളത്തിലെ ഭരണാധികാരികളും ഒക്കെ തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ ഒരു തുറമുഖത്തിന് വേണ്ടിയിട്ട്. പിന്നീട് രാജരാജ ചോളൻ ഈ സ്ഥലം കൈവശമാക്കുകയും അതിന് രാജേന്ദ്ര ചോളപട്ടണം എന്ന് നാമകരണം ചെയ്യുകയൊക്കെ ചെയ്തു. കാലങ്ങൾക്ക് ശേഷം ചോള പാണ്ഡ്യ യുദ്ധം നടന്നു. അങ്ങനെ ഒരുപാട് ചരിത്രവുമുണ്ട് ഈ പറയുന്ന തുറമുഖത്തെ ചുറ്റിപ്പറ്റി. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നു. അതിനുശേഷമാണ് അവിടെയുള്ള സെൻറ് മേരീസ് കാത്തലിക് ചർച്ച് പണിതത്. അതുപോലെ അവിടെ ഒരു മുസ്ലിം ചർച്ചുണ്ട്. വിഴിഞ്ഞം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെയാണ്. ഇവിടുത്തെ 2-3 പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണിത് സ്വാഭാവികമായി. അതുപോലെ തന്നെ കപ്പൽ ചാലിലേക്കുള്ള ദൂരം, അതായത് തുറമുഖത്ത് നിന്ന് കപ്പൽ ചാലിലേക്കുള്ള ദൂരവും ഏറ്റവും കുറവുമാണ്. ഈ 2 പ്രത്യേകതകളാണ് ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചുറ്റിപ്പറ്റി വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്ന് കഴിയുമെന്ന് നമുക്കറിയില്ല. എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.